ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ കറി ആയാലോ. അതും ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് സവാള, ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി പൊടികളിട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുമ്പോഴത്തേനും ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേനും തക്കാളി നല്ല രീതിക്ക് വെന്തിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചാറിന് ആവശ്യമായ വെള്ളമൊഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളപ്പിച്ച് ചാറൊക്കെ വറ്റി കുറുകി വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് ചാറിലാണ് കേട്ടോ കറി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചാറ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു 5 മിനിറ്റ് നേരവും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കും.